അറിവിനെ ജീവിതവുമായും സമൂഹവുമായും ബന്ധിപ്പിക്കണമെന്നും അറിവുകൾ ഉണ്ടാകുമ്പോൾ തിരിച്ചറിവുകൾ കൂടി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥികൾക്ക് അറിവ് മാത്രമല്ല വിവേകവും അത്യാവശ്യമാണ്. ആലപ്പുഴ കലവൂരിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനം അറിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനാധിപത്യ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം പഠനത്തിൻ്റെ ലക്ഷ്യം. അതിന് അറിവ് മാത്രം മതിയാവില്ല, വിവേകം വളരെ പ്രധാനമാണ്. അതോടൊപ്പം വിവേചന ബുദ്ധി നല്ലതുപോലെ സൃഷ്ടിക്കാനാവണം. അത്തരത്തിൽ കുട്ടികൾ മാറണമെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷിയെ ആ തരത്തിൽ വളർത്താനാകണം. അതിനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തൂടെ ശ്രദ്ധിക്കുന്നത്. സ്കൂളുകൾ പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഇടം മാത്രമല്ല, മറ്റൊരു വീട് കൂടിയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സ്നേഹമുള്ളവരുമായി പങ്കിടണം. ദുഃഖം മനസ്സിലേക്ക് കടത്തരുത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ 10 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി കലവൂർ സ്കൂളിലെത്തിയത്. അതിന് 1 മണിക്കൂർ മുൻപ് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിലെത്തി കുരുന്നുകുട്ടികളുമായി സന്തോഷം പങ്കുവച്ചു. രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. കൊട്ടാരക്കര സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഭദ്രഹരി എഴുതിയ പ്രവേശനോത്സവ ഗാനം വേദിയിൽ അരങ്ങേറി. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് കൂടാതെ ജില്ലയിലെ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴ ജില്ലയിൽ വീണ്ടും ഒരു പ്രവേശനോത്സവം നടക്കുന്നത്. അതിൻ്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ സംഘാടകർ അത് ഗംഭീരമാക്കി. ക്യാമറാമാൻ രാജേഷ് പൊളിഞ്ഞതിനൊപ്പം ഷാജഹാൻ.